63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ അവസാന ദിവസമാണെന്ന് പോയിന്റ് നിലയിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയാണ് മുന്നിൽ. തൊട്ടുപിന്നിൽ കണ്ണൂരും പാലക്കാടും. ഇപ്പോൾ ഷെഫീദ് റാവുത്തർ ചേരുന്നു നമുക്കൊപ്പം. ഷെഫീദ്, പോയിന്റ് നിലയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ഇനി 10 ഐറ്റം കൂടിയല്ലേ ബാക്കിയുള്ളൂ, പറയൂ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ കട്ടയ്ക്ക് മത്സരങ്ങൾ. ഒരുപക്ഷേ നമ്മൾ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള മത്സരമായതുകൊണ്ട് ആരോഗ്യ മത്സരങ്ങൾ അങ്ങനെ വൈരികളൊന്നും ഉപയോഗിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ വൈരികളായിട്ടുള്ള 3 ടീമുകൾ തമ്മിൽ അവസാന ദിവസവും ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമുക്ക് ജില്ലാതല മത്സരങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂരിൽ പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ തൃശ്ശൂർ 965 പോയിന്റുമായി മുൻപിലുണ്ട്. തൊട്ടു പിന്നാലെ 961 പോയിന്റുമായി പാലക്കാടും കണ്ണൂരുമുണ്ട്. 959 പോയിന്റുമായി കോഴിക്കോടുമുണ്ട്. ഏത് രീതിയിലുള്ള അട്ടിമറിയും നമുക്ക് ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ അലക്സ് മുഹമ്മദ് കൂടി സ്കാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലക്സെ, അവസാന നിമിഷം കലോത്സവത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയധികം ടൈറ്റ്നസ് കണ്ടിട്ടില്ല. ഇന്ന് എന്തൊക്കെ മത്സരങ്ങൾ, ആർക്കാണ് സാധ്യത? ഇന്ന് ആകെ നടന്നത് 249 ഇനങ്ങളാണെങ്കിൽ 240 മത്സരങ്ങളും തീർന്നു. ഇന്നലെ ഏറ്റവും വൈകി തീർന്നത് നാടക മത്സരമാണ്. രാത്രിയല്ല, പുലർച്ചെ 1 മണിക്കാണ് നാടക മത്സരം ടാഗോർ തിയേറ്ററിൽ കഴിഞ്ഞത്. ഇന്ന് 9 ഇനങ്ങളാണ് ബാക്കിയുള്ളത്. അതിലൊന്ന് പ്രധാനപ്പെട്ട വേദിയിൽ നാടോടി നൃത്തം, ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ നാടോടി നൃത്തം നടക്കുന്നുണ്ട്. ഗോത്ര കലാരൂപങ്ങളായ ഇരുള നൃത്തവും പളിയ നൃത്തവും ഉണ്ട്. അപ്പോൾ വഞ്ചിപ്പാട്ടുണ്ട്, ഇംഗ്ലീഷ് സ്കിറ്റുണ്ട്, കേരള നടനമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഇനങ്ങളുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട ട്വിസ്റ്റ് വരാനുണ്ട് ഷഫീദ്. അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞതുപോലെ തൃശ്ശൂരും തൊട്ടുപുറകെ കണ്ണൂരും പാലക്കാടും തമ്മിലൊരു മത്സരം നിൽക്കും. എന്ത് സംഭവിക്കാം. അതുകൊണ്ട് കണ്ണൂരിൻ്റെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇന്ന് വേദിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കണ്ണൂർ കഴിഞ്ഞ തവണ കപ്പടിച്ച ടീമാണ്. എന്ത് സംഭവിക്കാം, ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായി അത് വീക്ഷിക്കുകയാണ്. കുട്ടികൾക്ക്, പ്രതിഭകൾക്ക്, മാറ്റുരയ്ക്കുന്ന പ്രതിഭകൾക്ക് അതെല്ലാം അവരുടെ കൂടെ വന്ന അധ്യാപകരും അവരുടെ ടീമെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ അഭിമാനം നമുക്ക് കൊണ്ടുപോകണം. അതുകൊണ്ട് കട്ടയ്ക്ക് നിൽക്കണം, നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ എടുക്കണം. ഏറ്റവും, അതായത് അവർ ഇതുവരെ പെർഫോം ചെയ്തതിൽ ഏറ്റവും മനോഹരമായ പെർഫോമൻസ് വേദിയിൽ ഉണ്ടാകണം എന്നൊരു പാഠം കൂടി ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും എസ്കെ കട്ടയ്ക്കുള്ള പോരാട്ടമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശ്ശൂർ അങ്ങനെ നിൽക്കുന്നു, പാലക്കാടും കണ്ണൂരും മുമ്പിൽ സെയിം പോയിന്റുമായി കൊമ്പ് ഓർക്കുന്നു. തൊട്ടുപുറകെ കോഴിക്കോടുണ്ട്, തീവാർന്നുണ്ട്. 9 ഇനങ്ങളാണ് ബാക്കി. ഈ വേദിയുടെ കാര്യം നോക്കണ്ട, അല്പം കഴിയുമ്പോൾ ഇതൊക്കെ ഉണർന്നു വരും. കാരണം 4 മണിയോടുകൂടി സമാപനമാണ്. താരനിബിഡമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എന്തായാലും വലിയ ആളുകേറും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സർപ്രൈസായി മലയാള സിനിമയിലെ 2 പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങൾ, യുവ താരങ്ങൾ കൂടി എത്തുന്നുണ്ടെന്നുള്ളതാണ്. ആസിഫ് അലിയും ടൊവിനോ തോമസും ഇന്ന് ഈ വേദിയിലേക്ക്, സമാപന വേദിയിലുണ്ടാകും. അവരും കുട്ടികളെ ത്രസിപ്പിക്കും. എസ്കേൻ, എന്താണെങ്കിലും ഈ 63ാം കലോത്സവം സമാപിക്കുന്ന സമയങ്ങളിലേക്ക് അടുക്കുന്നു. അവസാന ഇന മത്സരങ്ങൾ, 9 ഇന മത്സരങ്ങൾ വേദികളിൽ പുരോഗമിക്കുന്നു. എസ്കേൻ, നമുക്ക് ഒരു പോൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം. സാധാരണഗതിയിൽ അവസാന ദിവസം നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആര് കപ്പടിക്കുന്നതാണ്. ആര് കപ്പടിക്കും? തൃശ്ശൂർ ആവാനാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ ചാൻസ്. ആര് കപ്പടിക്കും? കണ്ണൂരാണ്. കണ്ണൂര് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? കുറച്ചൊക്കെ കണ്ടു. ഇന്ന് കുറെ അധികം മത്സരങ്ങളുണ്ട് അവസാന ദിവസം. ആർക്കാണ് സാധ്യത കൂടുതൽ? നിങ്ങൾ പ്രവചിക്കുന്ന ആർക്കാ? എനിക്ക് കണ്ണൂരാണ് തോന്നുന്നത്. പാലക്കാട് കയറി ഒരു അവസാനം. ഇവര് ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഗ്രീൻ വോളണ്ടിയേഴ്സ് ആണ്. ഇവരും കൂടി ചേർന്ന സംഘാടനത്തിൽ അതിഗംഭീരമായ ഒരു സംഘാടനം. അതിന് മന്ത്രി വി ശിവൻകുട്ടി കൈയടി വാങ്ങുന്നുണ്ട്. അത്രയധികം പരാതികളില്ലാത്ത, അപ്പീൽ പരാതികളില്ലാത്ത ഒരു കലോത്സവം എന്ന പ്രത്യേകത കൂടി ഈ കലോത്സവത്തിനുണ്ട്. കാരണം തിരുവനന്തപുരം നഗരമാണ്, തിരക്കുള്ള നഗരമാണ്, വലിയ പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ സംഘാടന മികവിൽ ഒരു പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി കൈയടി നേടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഏതായാലും മണിക്കൂറുകൾ മാത്രം ബാക്കിയ സ്കെയിൻ സ്വർണ്ണക്കപ്പ് 4 മണിക്ക് കലോത്സവത്തിന്റെ പ്രധാന വേദിയിലേക്ക്, സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും. അതിനുശേഷം പരിപാടി ആര് കപ്പുയർത്തുമെന്നുള്ളത് അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇനി നടക്കാൻ പോകുന്ന എല്ലാ മത്സരങ്ങൾക്കും ആകാംക്ഷയുണ്ട്. തൃശ്ശൂരോ കണ്ണൂരോ പാലക്കാടോ, അതാണ് സ്കെയിൻ അവശേഷിക്കുന്ന ചോദ്യം. ഷെഫീദ് റാവുത്തർ, അലക്സ് മുഹമ്മദ്.